നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വഭാവം മാറുന്നു. മാറിയ നീ എന്നെ എന്ത് ചെയ്യും? എന്റെ ചേച്ചി, എന്റെ ബിസിനസ് ആയുർവേദ മരുന്ന് കച്ചവടമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ആയുർവേദ മരുന്നുകളുടെ മറവിൽ നിങ്ങൾ എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. തമാശ. വന്ദന ചേച്ചിയുടെ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചില്ലെങ്കിലേ വന്ദന ചേച്ചിക്ക് സങ്കടമായല്ലോ. നിർത്ത്. ഈ ചിരിക്കുന്ന കൊലച്ചിരി ഒന്ന് നിർത്താനാ പറഞ്ഞത്. വന്ദന ഒരു കാര്യം പറയുന്നത് ഊഹാപോഹം വെച്ചല്ല, വ്യക്തമായ തെളിവുകൾ വെച്ചിട്ടാ. ദേ ചേച്ചി, ഞാൻ വളരെ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനാണെന്ന് അറിയാലോ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയമാണ് ഏറ്റവും വില പിടിച്ചത്. വെറുതെ ഓരോ വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിച്ച് എന്റെ സമയം മെനക്കെടുത്തരുത്. നന്നായി അഭിനയം പഠിച്ച ഒരു ക്രിമിനലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്താലും എനിക്ക് പരാതിയില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. പക്ഷെ എന്റെ അനുജത്തിയെ വെച്ച് മരണക്കളി കളിച്ച എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറുന്നു. മാറിയ നീ എന്നെ എന്ത് ചെയ്യും? പരസ്യമായിട്ട് തൂക്കിക്കൊല്ലോ, അതോ പണ്ട് രാജാക്കന്മാരെ ചെയ്തതുപോലെ ചിത്രവധം ചെയ്യോ? പറയ്. ജയിലിലടക്കി ഞാൻ. വ്യക്തമായ തെളിവുകളോടെ കൊടുക്കും. കാശെടുത്തെറിഞ്ഞാലും ജാമ്യം കിട്ടാത്ത കൊടുക്കും. അതിനുള്ള തെളിവുകൾ എന്റെ കൈവശമുണ്ട്. വിക്രം, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിപ്പ് മൂലം എന്റെ കുടുംബത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്തം സംഭവിച്ച എന്റെ കയ്യിലെ തെളിവുകൾ വെച്ച് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കും. നിങ്ങളെ കൊടുക്കാനുള്ള തെളിവുകളൊക്കെ ഈ മൊബൈലിൽ തന്നെയുണ്ട്. എന്നെ നീ ഒരു ചുക്കും ചെയ്യില്ല. 7 ജന്മം ജനിച്ചാൽ പോലും നിനക്കെന്റെ ചെറുവിരലനക്കാൻ പോലും കഴിയില്ല. വിക്രം കൊളുത്തുന്ന തീയില് ഊരിപ്പിടി ചാരമാകാനാണ് നിന്റെ യോഗം. ഇപ്പൊ പ്രതികരിക്കുന്നത് ബുദ്ധിയല്ല, സൗമ്യത കൈവിടരുത്. ചേച്ചി എന്നെ കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുക. ചേച്ചിയോട് ഞാൻ ദേഷ്യപ്പെടില്ല. കാലം തന്നെ എല്ലാം തിരുത്തട്ടെ. ഇപ്പൊ എന്താ ചേച്ചിയുടെ പ്രശ്നം? വർഷയെ കൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യിക്കുന്ന ജോലി തുടർന്നും ചെയ്യിക്കാൻ പാടില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു തരത്തിലും എന്റെ അനുജത്തി പങ്കാളിയാവാനും പാടില്ല. അല്ല, ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല. അവളുടെ പേരില് ബിസിനസ് ആരംഭിക്കുന്നതുമില്ല. എന്താ അതുപോലെ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ അനുജത്തിക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാകുന്നത് വരെ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, താങ്ക് യു. അപ്പോ ചേച്ചിയുടെ എല്ലാ തെറ്റിദ്ധാരണകൾക്ക് വിരാമമിട്ട് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. അല്പം തിരക്കൊണ്ടേ, കാണാം.
എന്തൊക്കെ സഹായങ്ങളാണ് ഞാൻ വന്ദനയ്ക്ക് ചെയ്തിട്ടുള്ളത്. മോളെ വിഷക്കാരിൽ നിന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഈ ജന്മം വന്ദനയ്ക്ക് കിട്ടുമായിരുന്നോ? എന്നിട്ടും അവൾ എന്നെ വെറുക്കുക. ഇനി ഒരിക്കലും അവളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ഉറപ്പിച്ചാൽ തന്നെ അവളിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിക്കുന്ന എന്തോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അകറ്റി നിർത്തേണ്ടതിനെ ചേർത്ത് നിർത്തണമെന്ന് മനസ്സ് പറയുന്ന പോലെ. അനിയ ഉറക്കം കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണോ? എന്താ ഇത്ര ചിന്തിക്കാനുള്ളത്? ഏയ് ഒന്നുമില്ല. അതല്ല, എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഈ മൗനത്തിന്റെ കാരണം എന്താ? വന്ദന തന്നെയല്ലേ? അതല്ലാതെ മറ്റൊരു പ്രശ്നവും അനിയനെ ഇത്രയ്ക്ക് ടെൻഷൻ അടുപ്പിക്കില്ലെന്ന് എനിക്കറിയാം. അതെ, വന്ദന തന്നെയാ പ്രശ്നം. ഞാൻ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. എന്തോ കടുത്ത തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിലുണ്ട്. എന്നെ കടിച്ചു കയറാനുള്ള ശത്രുത അവൾക്ക്. ഞാൻ മടുത്തു ഏട്ടത്തി. ഒരിക്കലും മടുക്കാൻ പാടില്ല. അങ്ങനെ മടുത്തു പിന്മാറിയാ അത് ഭീരുത്വമായി പോവും. ജഗന്റെ നിരപരാധിത്വം, ആത്മാർത്ഥത, ശുദ്ധ മനസ്സ്, എല്ലാത്തിനെ കുറിച്ചും ഞാൻ വന്ദനയോട് വിശദമായി സംസാരിക്കാം. അവളുടെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കാം. ഏയ് അത് വേണ്ട ഏട്ടത്തി. വന്ദനയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാൻ ഞാൻ ഹരിതയുടെ സഹായം തേടിക്കോളാം. ഹരിതയുടെ സഹായോ? അത് വേണ്ട. അനിയന് വന്ദനയോട് പ്രേമാണെന്ന് ഹരിതയ്ക്ക് അറിയോ? ഇതുവരെ ഇല്ല. എന്നാലത് വേണ്ട. വന്ദനയുടെ ഉള്ളിലിട്ട് പറയാൻ അനിയൻ ഹരിതയുടെ സഹായം തേടുമ്പോ ഹരിത അത് അറിയില്ലേ? ഹരിത അമ്മാവന് റിപ്പോർട്ട് കൊടുക്കും. ഈ പ്രേമവിവരം അമ്മാവനെ അറിഞ്ഞാ പിന്നെ ഈ ജന്മം ഒന്നും നടക്കാൻ പോണില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഏട്ടത്തി തന്നെ പറ. തൽക്കാലം ക്ഷമയോടെ കാത്തിരിക്കുക. വന്ദനയുടെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അതിനുള്ളിൽ തെളിയും. മറ്റേതെങ്കിലും ഒരു പണക്കാരി പെണ്ണിനെ പിടിച്ച് നിന്നെ കെട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അമ്മാവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരു കാരണവശാലും സമ്മതിക്കരുത്. വന്ദനയല്ലാതെ മറ്റൊരു പെണ്ണിനെ നീ കെട്ടരുത്. അത് ഈ ജന്മം ഉണ്ടാവാൻ പോകുന്നില്ല. അത് മതി. അവളെ കെട്ടുന്നതോടെ നിന്റെ ജന്മം തോലഞ്ഞു. എന്താ ഏട്ടത്തി ആലോചിക്കുന്നേ? ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം വന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.